നമ്മൾ വിചാരിക്കും നമ്മൾ എന്തൊക്കെയോ ചെയ്തത് കൊണ്ടാണ് ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് വരുന്നതെന്ന്. അല്ല, ഇത് കർത്താവിന്റെ കരുണയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സെർവൻസ് ആണ്, നമ്മൾ ഭൃത്യരാണ്, യജമാനനല്ല. നമ്മുടെ യജമാനനാവട്ടെ ശിഷ്യന്മാരുടെ കാല് കഴുകിയ ആള്. അപ്പൊ അത്രയും ചെറുതായ ഒരു ഗുരുവാണ് നമുക്കുള്ളത്. അപ്പൊ നമ്മൾ എന്തുമാത്രം ചെറുതാകാൻ ദൈവം ആവശ്യപ്പെടും. ഇതെല്ലാം മനുഷ്യന്റെ ദൈവത്തിലേക്കുള്ള സമർപ്പണങ്ങളാണ്. നമ്മൾ എളിമപ്പെടുന്നതൊക്കെ ദൈവത്തിന്റെ ശക്തി നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മുടെ ഈഗോയൊക്കെ ഇല്ലാതായി നമ്മൾ എളിമപ്പെടണം. സ്വയം വലിയവരാണെന്ന് കരുതരുത്. ഇന്ന് ദൈവം കൃപ തന്നു, ഇന്ന് ദൈവം വിഷം തന്നു, ഇന്ന് ദൈവം സുശേഷം പറയാനുള്ള കൃപ തന്നു, പ്രബോധിപ്പിക്കാനുള്ള കൃപ തന്നു. നാളെ ദൈവം ചിലപ്പോൾ തരില്ല. അത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. നമ്മളൊരു ഉപകരണമാണ്. ദൈവം വിശ്വസ്തനാണ്. പക്ഷെ ചിലപ്പോൾ നാളെ എന്നോട് പറയും മിണ്ടാതിരിക്കാൻ പറയും. അപ്പൊ ഞാൻ മിണ്ടാതിരിക്കണം. കാരണം ഇത് എന്റെ ഞാൻ ജോലി ചെയ്യുക മാത്രമാണ്, സ്ഥാപനം എന്റെ അല്ല. ഈ ശുശ്രൂഷ ദൈവത്തിന്റെയാണ്. അതിന്റെ ഒരു ഭാഗം മാത്രമാവുകയാണ് ഞാനൊരു ഉപകരണമാണ്. ഐ എം ജസ്റ്റ് എ ടൂള്. അങ്ങനെ ഒരു മനോഭാവത്തോടു കൂടെ വേണം സുശേഷ വേലയും അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മീയ യാത്രയിലും ഒക്കെ പങ്കെടുക്കാനായിട്ട്. നമ്മൾ ഒരാളുടെ കൂടെ നടക്കുകയാണ്, അല്ലെങ്കിൽ ദൈവം നമ്മളെ നടത്തുകയാണ്, നമ്മൾ നടക്കുകയല്ല. അങ്ങനെ ഒരു മനോഭാവം ഇല്ല എങ്കിൽ നമ്മൾ ഇതിന്റെ രാജാവാകാനും നമ്മൾ ഈ ഒരു ആത്മീയ യാത്രയുടെ തലപ്പത്തിരിക്കാനും നോക്കിയാൽ നിങ്ങൾക്ക് വഴിതെറ്റും. നിങ്ങൾ വെറും എളിമയുള്ള മനുഷ്യരായിരിക്കണം. ശൂന്യതയിലെ ശൂന്യതയാണ് ദൈവമാണ് നമ്മളെ നയിക്കുന്നത്.